എൻസൈക്ലോബിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പ്രധാനമായിട്ടും ജൂൺ മാസത്തിൽ ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് കടക്കാം. ജൂൺ മാസത്തെ ഗ്യാസ് വില പൊതുമേഖലാ എണ്ണ കമ്പനികൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ക്രൂഡ് ഓയിൽ വില ഇടിഞ്ഞത് പരിഗണിച്ച് വാണിജ്യ ആവശ്യത്തിനുള്ള LPG സിലിണ്ടർ, അതായത് 19 കിലോഗ്രാം തൂക്കം വരുന്ന ഹോട്ടലുകളിലും മറ്റും ഉപയോഗിക്കുന്ന സിലിണ്ടറിൻ്റെ വില വെട്ടിക്കുറച്ചിരിക്കുകയാണ്. അതേസമയം വീടുകളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ, അതായത് 14.2 കിലോഗ്രാം ഗ്യാസിൻ്റെ വില കുറയ്ക്കുവാൻ എണ്ണ കമ്പനികൾ തയ്യാറായിട്ടില്ല. കഴിഞ്ഞ മാസം 50 രൂപ വർദ്ധിപ്പിച്ചിരുന്നു. വാണിജ്യ സിലിണ്ടറിൻ്റെ വില 25 രൂപയാണ് സിലിണ്ടറിന് കുറച്ചിരിക്കുന്നത്. വിലക്കുറവ് ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരുന്നതാണ്. ഇതോടുകൂടി കൊച്ചിയിലെ വില 1729 രൂപ 50 പൈസയാണ്. കോഴിക്കോട് 1761 രൂപ 50 പൈസയാണ്. തിരുവനന്തപുരത്ത് 1750 രൂപ 50 പൈസയുമാണ്. വീട്ടാവശ്യത്തിനുള്ള സിലിണ്ടറിൻ്റെ വില കുറയ്ക്കുവാൻ എണ്ണ കമ്പനികൾ തയ്യാറായില്ലെന്ന് മാത്രമല്ല, ഇക്കഴിഞ്ഞ ഏപ്രിൽ 7-ന് 50 രൂപ കൂട്ടുകയും ചെയ്തിരുന്നു. 2024 മാർച്ച് 8 വനിതാ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഗാർഹിക സിലിണ്ടറിൻ്റെ വില 100 രൂപ കുറച്ചിരുന്നു. വനിതകൾക്കുള്ള സമ്മാനമായിട്ടായിരുന്നു അന്ന് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത്. നിലവിൽ കൊച്ചിയിൽ 860 രൂപയാണ്. കോഴിക്കോടും തിരുവനന്തപുരത്തും 862 രൂപയാണ്. മലപ്പുറത്ത് 871 രൂപ 50 പൈസയാണ്. വീടുകളിലേക്ക് ഗ്യാസ് സിലിണ്ടറുകൾ എത്തിക്കുമ്പോൾ 5 കിലോമീറ്റർ ചുറ്റളവിൽ സൗജന്യമായിട്ട് ഡെലിവറി ചെയ്യണമെന്ന് നിബന്ധനയുണ്ട്. അതിന് ഗ്യാസ് ബുക്ക് ചെയ്യുകയും ബില്ല് ചോദിച്ചു വാങ്ങുകയും ചെയ്യാൻ വേണ്ടി എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. ഗ്യാസ് ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പിലേക്ക് വന്നാൽ, ഗ്യാസ് മുടങ്ങാതെ ലഭിക്കുന്നതിന് വേണ്ടി EKYC ചെയ്യുന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. അക്ഷയ കേന്ദ്രങ്ങളിലെത്തിയും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചും ഗ്യാസ് ഏജൻസികളിലെത്തിയും EKYC ചെയ്യാവുന്നതാണ്. ഗ്യാസ് സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് ഗ്യാസ് സിലിണ്ടറുകൾ ഇല്ലാത്ത വീടുകൾ ഇല്ല എന്ന് തന്നെ പറയാവുന്നതാണ്. ഗ്യാസ് കണക്ഷൻ വ്യാപിക്കുന്നതോടുകൂടി അതുമൂലമുള്ള അപകടങ്ങളും വർദ്ധിച്ചു വരികയാണ്. മാരകമായിട്ടുള്ള അപകടങ്ങളാണ് പലപ്പോഴും ഉണ്ടാകാറുള്ളത്. ഗ്യാസ് സിലിണ്ടറുകൾ മൂലം നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ അപകടങ്ങൾക്കും 50 ലക്ഷം രൂപ വരെ ഇൻഷുറൻസ് ലഭിക്കുന്നതാണ്. അധികമാർക്കും അറിയാത്തൊരു കാര്യമാണ്. ഈ ഒരു ഇൻഷുറൻസ് ലഭിക്കുവാൻ പ്രീമിയമായി ഒരു നയാ പൈസ പോലും അടയ്ക്കാതെയാണ് ലഭിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കൂ. ആ കാര്യങ്ങളാണ് ഇനി സൂചിപ്പിക്കുന്നത്. ഒരാൾ ഏത് ഏജൻസി മുഖേനയും ഗ്യാസ് കണക്ഷൻ എടുക്കുന്ന സമയം മുതൽ തന്നെ അയാൾക്കും അയാളുടെ കുടുംബത്തിനും ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതാണ്. എന്നാൽ അപകടത്തെ തുടർന്ന് ഇൻഷുറൻസ് ലഭിക്കണമെങ്കിൽ നമ്മളാരും ഇതുവരെ ശ്രദ്ധിക്കാത്ത ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സിലിണ്ടറുകളുടെ കാലാവധിയാണ്. വാങ്ങുന്ന എല്ലാ വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉള്ളതുപോലെ തന്നെ സിലിണ്ടറിനും അതുണ്ടായിരിക്കുന്നതാണ്. എല്ലാ സിലിണ്ടറുകളിലും അത് കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. നമ്മൾ സിലിണ്ടറുകൾ മാറ്റി വാങ്ങുന്ന സമയത്ത് ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാലാവധി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞില്ല എങ്കിൽ ഗ്യാസ് കൊണ്ടുവരുന്ന ആളുടെയോ വിതരണ കമ്പനിയുടെയോ സഹായം നമുക്ക് തേടാവുന്നതാണ്. എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നതിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് യാതൊരുവിധ ഇൻഷുറൻസ് പരിരക്ഷയും ലഭിക്കുന്നതല്ല. ഗ്യാസ് സിലിണ്ടറിൻ്റെ കാലാവധി എന്നുവരെയെന്ന് മനസ്സിലാക്കുവാൻ എളുപ്പമാണ്. ഗ്യാസ് സിലിണ്ടറിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്ന വൃത്തത്തിലുള്ള വളയത്തിന് താഴെയായിട്ടാണ് ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവരങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. പ്രധാനമായിട്ടും ഇംഗ്ലീഷ് അക്ഷരമാലയിലെ A മുതൽ D വരെയുള്ള അക്ഷരങ്ങളും അതുകൂടാതെ 2 അക്കങ്ങളും ഉണ്ടായിരിക്കുന്നതാണ്. അക്ഷരം ഏത് മാസത്തെ എന്നും അക്കം ഏത് വർഷമാണ് സൂചിപ്പിക്കുന്നതെന്നും വ്യക്തമാക്കുന്നതാണ്. A എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ജനുവരി മുതൽ മാർച്ച് വരെയാണ് സൂചിപ്പിക്കുന്നത്. ഏപ്രിൽ മുതൽ ജൂൺ വരെയെങ്കിൽ B എന്നും, ജൂലൈ മുതൽ സെപ്റ്റംബർ വരെയെങ്കിൽ C എന്നും, ഒക്ടോബർ മുതൽ ഡിസംബർ വരെയെങ്കിൽ D എന്നും സൂചിപ്പിക്കുന്നതാണ്. നമ്പർ വർഷത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് സിലിണ്ടറിൽ C26 എന്നാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് എങ്കിൽ ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ 2026 എന്നാണ് ഇത് കണക്കാക്കുന്നത്. കണക്ഷൻ ആരുടെ പേരിലാണ് എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ്. മറ്റൊരാളുടെ പേരിലുള്ള കണക്ഷൻ ഉപയോഗിക്കുമ്പോൾ അപകടം സംഭവിക്കുകയാണെങ്കിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കുന്നതല്ല. ഇൻഷുറൻസ് തുക എങ്ങനെയാണ് ലഭിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഗ്യാസ് സിലിണ്ടർ വഴി ഉണ്ടാകുന്ന അപകടത്തിൽ മരണം സംഭവിക്കുകയാണെങ്കിൽ മാത്രമാണ് 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം ലഭിക്കുന്നത്. അല്ലാതെയുള്ള അപകടങ്ങൾക്ക് അപകടത്തിൻ്റെ വ്യാപ്തി അനുസരിച്ചായിരിക്കും തുക ലഭിക്കുന്നത്. അപകടം നടന്ന് 30 ദിവസത്തിനുള്ളിൽ തന്നെ
അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലും വിതരണ ഏജൻസിയിലും ഇക്കാര്യം അറിയിക്കേണ്ടതാണ്. നഷ്ടപരിഹാരം വാങ്ങിയെടുക്കാൻ FPRന്റെ പകർപ്പ് ഉണ്ടായിരിക്കേണ്ടതാണ്. ആരെങ്കിലും മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങളും പരിക്കേറ്റവരുടെ അവസ്ഥ, ചികിത്സാ ചെലവുകൾ എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവരങ്ങളും നൽകേണ്ടതാണ്. ഇവയെല്ലാം വിലയിരുത്തിയാണ് ഇൻഷുറൻസ് കമ്പനി നഷ്ടപരിഹാരം നിശ്ചയിക്കുന്നത്. ഈ തുക ഗ്യാസ് കമ്പനി വിതരണക്കാരന് നൽകുന്നതാണ്. അവർ ഉപഭോക്താവിന് രേഖകളെല്ലാം സമർപ്പിച്ച് പരമാവധി 6 മാസത്തിനുള്ളിൽ തന്നെ പണം ലഭ്യമാകുന്നതാണ്. ആർക്കും ഇത്തരത്തിലുള്ള അപകടം ഉണ്ടാകാതിരിക്കട്ടെ. പക്ഷേ ഒരറിവും ചെറുതല്ല. പരമാവധി ആളുകളിലേക്ക് ഈ അറിയിപ്പ് നിങ്ങൾ ഷെയർ ചെയ്തെത്തിക്കുവാനും ശ്രമിക്കേണ്ടതാണ്. നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.